പാലക്കാട് ഒറ്റപ്പാലം നഗരസഭയിൽ ഭരണസ്തംഭനമെന്ന് ബി.ജെ.പി. പുതിയ സമിതി അധികാരമേറ്റ് മാസങ്ങൾ പിന്നിട്ടിട്ടും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ യാതൊന്നും നടപ്പിലാക്കുന്നില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ ഉടൻ നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും ബി.ജെ.പി. അറിയിച്ചു. CPM ഭരിക്കുന്ന നഗരസഭയുടെ അനാസ്ഥയും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയും മൂലം ഒറ്റപ്പാലം നഗരസഭ പൂർണ്ണമായും ഭരണസ്തംഭനത്തിലാണെന്ന് BJP ആരോപിച്ചു. പുതിയ ഭരണസമിതി അധികാരമേറ്റ് 8 മാസത്തോളമായിട്ടും റോഡുകളുടെ അറ്റകുറ്റപ്പണികളോ അഴുക്കുചാൽ നിർമ്മാണമോ പൂർത്തിയാക്കിയിട്ടില്ല. ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് BJP ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറിയും നഗരസഭ പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡറുമായ A. സരൂപ് പറഞ്ഞു. 8 മാസത്തോളമായി പുതിയ ഭരണസമിതി ഒറ്റപ്പാലം നഗരസഭയിൽ അധികാരമേറ്റിട്ട് ഈ 8 മാസത്തോളം ഒരു അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു പദ്ധതികളും നടപ്പിലാക്കുകയോ അതിന് നേതൃത്വം നൽകാനോ കഴിവില്ലാത്ത ഒരു ഭരണസമിതിയാണ് ഒറ്റപ്പാലത്തിന് നേതൃത്വം നൽകുന്നത്. ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ കണ്ടിൽ നിന്ന് നടിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകാനാണ് CPM നേതൃത്വം നൽകുന്ന ഒറ്റപ്പാലം ഭരണസമിതി ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി BJP മുന്നോട്ട് പോകും. കഴിഞ്ഞ വർഷത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും അർഹരായ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാൻ ഭരണസമിതിക്ക് ആയിട്ടില്ല. PMAY പദ്ധതി പ്രകാരം വീടിനായി അപേക്ഷ സമർപ്പിച്ച പാവപ്പെട്ട ജനങ്ങളെ ഇത് പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതാണ് വികസന മുരടിപ്പിന് കാരണമെന്നാരോപിച്ച് സ്വന്തം MLA കൊണ്ട് തന്നെ സമരം ഉദ്ഘാടനം ചെയ്യിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് CPM ശ്രമിക്കുന്നത് എന്നും ഒരു വശത്ത് നഗരസഭ ഭരിക്കുന്ന CPMന്റെ ഭരണ പാടവമില്ല മറുവശത്ത് സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള അവഗണനയുമാണ് സാധാരണക്കാരായ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി ലംഘിച്ച CPM ഭരണസമിതിക്കെതിരെയും ജനക്ഷേമ പദ്ധതികളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് വികസനം തടസ്സപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെയും ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ജനം, പാലക്കാട്.